ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് നമ്മൾ കാണുക. നമ്മൾ ഇന്നലെ കണ്ടത് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. 5 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞ് സ്തുതിക്കുന്നത്. എന്നാൽ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ 13 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഏവരും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും, എത്ര മഹത്വപ്പെടുത്തിയാലും, എത്രയേറെ സ്തുതിച്ചാലും മതി വരികയില്ല. അത്രയേറെ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആദ്യമേ പറഞ്ഞത് എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രണ്ടാമത് പറഞ്ഞത് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ചിത്തം എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മൂന്നാമത് പറയുന്നത് ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. നാലാമതായി പറയുന്നത് അവിടുന്ന് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തുടർന്ന് പറയുകയാണ്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തുടർന്ന് പറയുന്നത് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും എന്ന് പറഞ്ഞാൽ ഈ തലമുറയല്ല, വരാൻ പോകുന്ന തലമുറകളുടെ മേലുമെല്ലാം അവിടുത്തെ കരുണ വർഷിക്കും. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, ഭക്തിയോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല, തുടർന്നു വരുന്ന തലമുറകൾക്കും അത് അനുഗ്രഹമായി മാറുകയാണ്. ദൈവത്തിന് കരുണ ലഭിക്കാൻ കാരണമാവുകയാണ്. തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടമാക്കി. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. എളിയവരെ അവിടുന്ന് ഉയർത്തി. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവരെ സംതൃപ്തരാക്കി. പ്രിയ സഹോദരങ്ങളെ, 13 കാര്യങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത്. മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾക്ക് മറിയത്തെ പോലെ താഴ്മയുള്ളവരായി, എളിമയുള്ളവരായി മാറാം. എൻ്റെ ഹൃദയത്തിൽ
രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഇടയാകണം. കാരണം പറയുമ്പോൾ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണ്. സന്തോഷം നിലനിൽക്കുന്നതല്ല. ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടായി പെട്ടെന്ന് നമുക്ക് ദുഃഖമുണ്ടാകാം. ആനന്ദം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. നമ്മൾ മറിയത്തിൽ കാണുന്നുണ്ട്, മംഗളവാർത്ത സ്വീകരിച്ച നാൾ മുതൽ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും പതറാതെ നിൽക്കുന്ന മറിയമാണ്. ദൈവത്തിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ മറിയം തൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന മറിയമാണ്. ജീവിതത്തിന് പ്രതിസന്ധികളുണ്ടാകാം. പ്രതിസന്ധികളെ നോക്കി നെടുവേർപ്പെടുകയല്ല ചെയ്യേണ്ടത്. ദൈവം എനിക്ക് വെച്ച് നീട്ടിയ അനുഗ്രഹമാണെന്ന് കണ്ടുകൊണ്ട് അവയെ ചേർത്ത് പിടിക്കുവാൻ, ഈശോ തൻ്റെ കുരിശിനെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെയും ചേർത്ത് പിടിക്കുവാനും ആ സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ശക്തരായവരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ അവിടുന്ന് ഉയർത്തി. തൻ്റെ ഭുജം കൊണ്ട് കർത്താവിൻ്റെ ശക്തി പ്രകടമാക്കി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവരെ തൃപ്തരാക്കി. എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചവരെ അല്ലെങ്കിൽ സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. എനിക്കെല്ലാം അറിയാം, ഞാൻ എന്തോ ആണ് എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ഓർക്കണം, അത് നിന്റെ സമ്പന്നതയാണ് എന്ന് നീ മനസ്സിലാക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, മറിയം പറഞ്ഞത്, സമ്പന്നരെ അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയച്ചു. ഒന്നും നിന്നെ സ്വന്തമായി നേടിയതല്ല, നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. വീണ്ടും ദൈവത്തോട് ദാനത്തിനായി പ്രാർത്ഥിക്കണം, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കണം. ദൈവം തന്ന ജ്ഞാനവും ബുദ്ധിയും അറിവുമെല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. ഒന്നും എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നേടിയെടുത്തതല്ല, ദൈവം എനിക്ക് വെച്ച് നീട്ടിയതാണ്. ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും ഞങ്ങളെ എളിമപ്പെടുത്തുവാനും ജീവിതത്തിൽ എളിമപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനും മറിയത്തെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രഗീതം ആലപിച്ച് ജീവിക്കാൻ തക്കവിധം ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണി ഈശോ കൊടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ വിട്ടുതരുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും